പ്രൈസ് ദി ലോർഡ്. JCNDSD-യുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രാത്രിയിൽ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഇന്ന് മെയിൻ സ്ട്രീം വാർത്തയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ആഗോള വാർത്താ വിഷയം തന്നെയാണ് ഇന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് ആധാരമായിട്ട് എടുത്തിട്ടുള്ളത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം സംബന്ധിക്കുന്നത് ബ്രദർ വിൽസൺ ബെഞ്ചമിൻ, പാസ്റ്റർ ജോയ് കെ ജോസഫുമാണ്. തുടർന്ന് ഇനിയും ഒന്ന് രണ്ട് അതിഥികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാസ്റ്റർ ഡാനിയൽ KB ഓൾസോ വന്നിട്ടുണ്ട്. ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, വന്നിരിക്കുന്ന പാനലിസ്റ്റുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ലൈവ് ശ്രമിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാർത്ത, ഒരുപക്ഷെ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ഒരു വാർത്ത വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഈ മീറ്റിംഗ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് എന്താണെന്ന് പറയുകയാണെങ്കിൽ, നമുക്കറിയാം കത്തോലിക്ക സഭയുടേതായ ഒരു വലിയ പ്രഖ്യാപനം ഇന്ന് വന്നിട്ടുണ്ട്. കത്തോലിക്ക സഭ ഇന്ന് ഈ പ്രഖ്യാപനം വരുന്നത് വരെയും അവരുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു മാത്രമല്ല രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ രക്ഷ പൂർണ്ണമാകുന്നത് യേശുവിന്റെ അമ്മയായ മറിയ ഒരു സഹരക്ഷയായുണ്ട് എന്നുള്ള ഒരു പഠനമാണ് അവർ നാളിതുവരെ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നത്. മാത്രമല്ല, യേശുവിന്റെ അമ്മയെ ദൈവത്തിന്റെ അമ്മ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ആഗോളമായി ഭൂരിഭാഗം ലോകത്തിലെമ്പാടുമുള്ള കത്തോലിക്ക സമൂഹം മുഴുവനും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ അമ്മ എന്നുള്ള സ്ഥാനത്തിലാണ്. അപ്പോ നമുക്ക് പലയിടങ്ങളിലും അവരുടെ പ്രസ്താവനകളിൽ ദൈവമാതാവ് എന്നുള്ള ഒരു പ്രസ്താവന കൂടിയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നത്തെ പ്രഖ്യാപനം പോപ്പ് ലിയോ 14 പ്രഖ്യാപനത്തോടുകൂടി എന്താണ് വാസ്തവമായും സംഭവിക്കാൻ പോകുന്നത്, ചില സംഭവ വികാസങ്ങൾ വരുവാനുള്ള കാലത്തിൽ, സമീപകാലത്തിൽ സംഭവിക്കാൻ പോകുന്ന ആഗോളമായ ഒരു ചില മാറ്റങ്ങൾ, വിശ്വാസ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റത്തിന് ഒരു നാന്ദിയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ വേഗത്തിൽ ലോകം ഒരു ഭരണകൂടവും ഒരു മതവും ഒരു അധികാരിയും എന്നുള്ള തത്വത്തിലേക്ക് വരും എന്നുള്ളത് നമ്മൾ കാണുന്ന പ്രവചന പുസ്തകങ്ങളിൽ കാണുന്ന, വെളിപ്പാട് പുസ്തകം ദാനിയേലിലോ കാണുന്ന സംഭവവികാസങ്ങളുടെ ചൂട് പിടിച്ച് വേണം നമുക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരാൻ. അപ്പം പട്ടത്ത സഭകളിൽ തന്നെ ഇതര പട്ടത്ത സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടായിരുന്ന ഒരു ഉപദേശം കത്തോലിക്കർ മാത്രമായി വെച്ചിരുന്നത്, ഒരുപക്ഷെ ഓർത്തഡോക്സും യാക്കോബും ഭാഗികമായി പിന്തുടരുന്നതുമായ ഒരു വിശ്വാസം മറിയ ദൈവത്തിന്റെ അമ്മ എന്നുള്ളതാണ്. എന്നാൽ റോസരി അല്ലെങ്കിൽ കൊന്ത ചെല്ലുന്നത് ഭൂരിഭാഗവും കത്തോലിക്കരായതുകൊണ്ടും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കും അവരുടെ പഠനങ്ങൾക്കും എല്ലാം ഇന്ന് ഒരു ടോർപ്പിട വെച്ചതുപോലെ അവർക്ക് ഒരു തകർച്ച, അനേക ഹൃദയങ്ങളിൽ അതൊരു വലിയ വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഫോർമർ കാത്തലിക് എന്നുള്ള നിലയിൽ ഞാൻ കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഉണ്ടാകുമായിരുന്ന ഒരു ഞെട്ടൽ എന്താണോ അതെനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. കത്തോലിക്ക സഭയിലുള്ള ആകമാനം കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിൽ ഇന്ന് പോപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഞങ്ങളെ കേൾക്കുന്ന കത്തോലിക്ക ആളുകളുടെ അവർക്ക് മനസ്സിലാകും. എന്നാൽ ഇത് എന്തിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മുടെ വിഷയം ആയി തുറന്ന് വരുന്ന പാനലിസ്റ്റുകൾ ചർച്ച ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇന്ന് ഈ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂസ് വീഡിയോയും, പിന്നീട് കത്തോലിക്ക സഭയിലെ ഒരു പ്രസംഗനായ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ അപ്പസ്തോലിക ഉപദേശത്തിന്റെ കൈവപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളും കൂടി രണ്ട് സമയത്ത് ഞങ്ങൾ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആമുഖമായി ഇന്നത്തെ പ്രഖ്യാപനത്തിന് ആധാരമായി മീഡിയകളിൽ വന്ന ഒരു ക്ലിപ്പിംഗ് പ്രദർശിപ്പിച്ചതിന് ശേഷം വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതിനായി നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാലും. പ്രൈസ് ദി ലോർഡ്.
വ്യക്തത വരുത്തി വത്തിക്കാൻ. സഹരക്ഷക, മധ്യസ്ഥ എന്നീ വിശേഷണങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് ഉചിതമല്ല എന്ന് വിശ്വാസികളെ സഭ അറിയിച്ചു. എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന വിശേഷണം ഒഴിവാക്കണം. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ അമ്മ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാം. നൂറ്റാണ്ടുകളായി സഭയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് രേഖ തയ്യാറാക്കിയത്. നിമ്മി മരിയ ജോസ് വിവരങ്ങളുമായി തത്സമയം. മാതാവ് സങ്കല്പത്തെ ഒരു രക്ഷക രൂപമായി വാഴ്ത്തേണ്ടതില്ല, ആരാധിക്കേണ്ടതില്ല, വിശേഷിപ്പിക്കേണ്ടതില്ല എന്നൊരു സ്പഷ്ടീകരണം ഇപ്പോൾ വരുന്ന എന്തു പശ്ചാത്തലത്തിലാണ്? എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട്? പിജി, ഈ ക്രിസ്തുമതം ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അതിൽ അധിഷ്ഠിതമായതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രേഖയിലൂടെ തന്നെ വ്യക്തത വരുത്താൻ വത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം സമീപകാല പശ്ചാത്തലം തന്നെയാണ്. ഇപ്പോൾ സഭ പുതുക്കലുകൾക്കും അല്ലെങ്കിൽ പുതിയ രേഖകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്നത് പല പഠനങ്ങളും സമീപകാല അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർ കന്യാമറിയത്തെയും ദൈവമായി സങ്കല്പിച്ച് വിശ്വാസങ്ങളിൽ നിന്ന് മറ്റൊരു വഴിക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സംശയം കൂടി വന്ന സാഹചര്യത്തിലാണ് സഭ ഈ വ്യക്തത വരുത്തുന്നത്. അതായത് ഏകദൈവം, 3 ഭാവങ്ങളിൽ ത്രിത്വം, അപ്പോൾ അതിനപ്പുറമുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതാണ് ഇപ്പോൾ വത്തിക്കാന്റെ ഈ രേഖയിൽ വരുന്ന വ്യക്തത. ഈ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മാതാവും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ അമ്മ എന്ന നിലയിൽ ക്രൈസ്തവർ ആരാധിക്കുന്നതാണ്. പക്ഷേ മാതാവ് എന്നുള്ളത്, കന്യാമറിയം എന്നുള്ളത് സൃഷ്ടി, മറ്റത് ദൈവം. അപ്പോൾ ഇതിന് രണ്ടും തുല്യമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തത വരുത്തുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PG, നേരത്തെ തന്നെ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. സഹരക്ഷക, മധ്യസ്ഥ എന്ന പ്രയോഗങ്ങളിലൊക്കെ മുൻ മാർപ്പാപ്പമാരും സഭാ നേതൃത്വങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തിയതുമാണ്. അതിനൊക്കെ ശേഷമാണ് അതിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തിയ ഒരു രേഖ സഭ പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ആ രേഖ ഉടനീളം വായിച്ചാൽ മനസ്സിലാകുന്നത് ഏകദൈവം എന്നുള്ള സങ്കല്പം അപ്രസക്തമായി പോകുന്ന രീതിയിൽ വിശ്വാസ വഴിയെ പലരും സഞ്ചരിക്കുന്നു എന്നുള്ള സൂചനകളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ക്രൈസ്തവരുടെ വിശ്വാസം അനുസരിച്ച് ഏകദൈവം, അതിൽ ആരാധനക്രമത്തിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതിനപ്പുറം ഇപ്പോൾ കൃത്യമായി പള്ളിയിലെത്താതെ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളുമായി ആ വഴിക്ക് വിശ്വാസികൾ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിയാണ് പല ആളുകളുമായി വിശദമായ ചർച്ചകളും കൂടിക്കാഴ്ചയും നടത്തി ഇങ്ങനെയൊരു രേഖ പുറത്തിറക്കുന്നത്. ഇപ്പോൾ മുൻപ് ജോൺ പോൾ 2 മാർപ്പാപ്പയടക്കം പല കുറി ഈ മധ്യസ്ഥ സഹരക്ഷക പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഈ രേഖയിൽ തന്നെ പറയുന്നുണ്ട്. പുതിയ രേഖ ആ സൂചനകളൊക്കെ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ വിശ്വാസികളുടെ വ്യതിചലനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്തി ഇതിനെ വിയോജിച്ചുകൊണ്ട് പല പ്രതികരണങ്ങളും നടത്തിയതും ആ രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കന്യാമറിയത്തിന്റെ പ്രാധാന്യം വലുതാണ്. മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ചുറ്റും പലയിടങ്ങളിൽ നടക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ വിശ്വാസികളെ സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് എന്റെ കർത്താവേ എന്ന് വിളിക്കുന്ന പോലെ എന്റെ മാതാവേ എന്ന് ഇനിയും വിളിക്കാമല്ലോ അല്ലേ? അതെ, അത് വിളിക്കാം. പക്ഷേ ഈ പ്രയോഗങ്ങളിലാണ് PG ഒരു വ്യക്തത വരുത്തുന്നത്. ഒന്ന് സൃഷ്ടിയും മറ്റൊന്ന് ദൈവവും. ക്രിസ്തു മതം എന്തിലാണോ അധിഷ്ഠിതമായിരിക്കുന്നത്, ഏകദൈവത്തിലാണ്, അതങ്ങനെ നിലനിൽക്കണം. മറ്റുള്ളതെല്ലാം സൃഷ്ടി എന്നുള്ളതിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തുന്നത് PG വത്തിക്കാൻ. ശരി, നിമ്മി മരിയ ജോസാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ വ്യക്തമായ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ആ വീഡിയോയിൽ സംസാരിച്ച പ്രിയ സഹോദരി പിന്നി മറിയ ജോസ്. അപ്പൊ ഓക്കെ, അപ്പം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്ന് സൃഷ്ടിയും മറ്റത് സൃഷ്ടാവും എന്നുള്ള നിലയിലേക്ക് ഒരു ടോട്ടൽ ചേഞ്ച് കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ പോപ്പ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് എൻ്റെ സംശയമായിട്ട് എനിക്ക് തോന്നുന്നത്, പരമ്പരാഗതമായി മറിയത്തെ അമ്മയായി അല്ലെങ്കിൽ ദൈവത്തിന്റെ അമ്മയായി സ്വീകരിക്കുകയും ദൈവത്തിന്റെ അമ്മ അന്ന് അവരുടെ റോസരിയിൽ, അവരുടെ ദിനംപ്രതിയുള്ള ജപമാലയിൽ നന്മ നിറഞ്ഞ മറിയമ്മേ കർത്താവിന്റെ അമ്മേ എന്നിങ്ങനെയുള്ള അവരുടെ പ്രയോഗങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭയങ്കരമായ ഒരു പ്രശ്നം എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. പോപ്പിന് ഒരു പ്രഖ്യാപനത്തിൽ കഴിഞ്ഞെങ്കിലും ഇന്ന് നമ്മളിത് ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന പല വീടുകളിലും അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒന്നും ഇല്ല. കാരണം കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥിക്കാനാണെങ്കിൽ നമുക്ക് സ്തോത്രം ചൊല്ലാം, പാട്ട് പാടാം, പിന്നെ നമുക്ക് വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഒരു വചനം ഭാഗം വായിക്കാം, ധ്യാനിക്കാം, ഒക്കെ ചെയ്യും. ഒരു കത്തോലിക്കന്റെ
അവന്റെ അടിസ്ഥാനപരമായ ലിറ്ററജി അല്ലെങ്കിൽ അവന്റെ പിന്നെ ആരാധനയുടെ എന്താ പറയാ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബോംബ് പൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർ ഇന്നു മുതൽ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കും? എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും ഒരുമിച്ച് കൂടുന്നത് ഈ കാര്യത്തിന് വേണ്ടിയാണ്. വൈകുന്നേരം വന്ന് അവർ ഈ പടങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയാണ്. അപ്പം പോപ്പ് ഒരു പ്രഖ്യാപനം കൊണ്ട് തീർത്ത ഈ ഒരു കാര്യം എത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും വിശ്വാസ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അത് ഒരു പക്ഷേ ഇവർ ശീലിച്ചു വന്നത് ഇവർക്ക് നിർത്താൻ കഴിയുമോ? പബ്ലിക്കലി ഇവർക്ക് നിർത്താൻ കഴിയുമായിരിക്കും, പക്ഷെ പ്രൈവറ്റ്ലി ഇത് നിർത്താൻ കഴിയില്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം കത്തോലിക്കന്റെ വിശ്വാസ പ്രമാണത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ബലി അധിഷ്ഠിതമായ ജീവിതം. അപ്പൊ അവിടെയാണ് പുരോഹിതന്റെ പ്രസക്തി ഉള്ളത്. പക്ഷെ കുടുംബത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിന്റെ ബലിവേദിയിൽ അവര് യേശുവിന്റെ അമ്മയായ മറിയത്തെ മധ്യസ്ഥയാക്കി വെച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ 53 പ്രാവശ്യം അല്ലെങ്കിൽ 153 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്ന റോസരി അല്ലെങ്കിൽ ജപമാലയാണ് അവരുടെ വിശ്വാസ പ്രമാണത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ രീതി അല്ലെങ്കിൽ അവരുടെ റിച്വൽസ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അപ്പാടെ ഒഴിവാകുകയാണ്. എനിക്ക് തോന്നുന്നു ബലിയേക്കാൾ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കുടുംബങ്ങളിൽ ബലിയാണ് ആക്ച്വലി ഈ ജപമാല എന്ന് പറയുന്നത്. ഈ ജപമാല ഇവർക്ക് നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള. അല്ലെങ്കിൽ ജപമാല പരിഷ്കരിക്കേണ്ടി വരും. കാരണം പരിഷ്കരിക്കാനും കഴിയില്ല, മധ്യസ്ഥയല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മധ്യസ്ഥ അല്ലാത്തതോളം കാലം പരിഷ്കരിച്ച് ദൈവത്തിന്റെ അമ്മ എന്നുള്ള പദവി എടുത്തു മാറ്റിയാലും ഇങ്ങനെ ഒരു കാര്യം അപേക്ഷിക്കുക എന്ന് പറയുമ്പം അതും അവരുടെ വിശ്വാസത്തെ ഇന്ന് അവർ കണ്ടെത്തിയിരിക്കുന്ന ഇന്നത്തെ ഈ രേഖ അവർക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇതിനകത്തുള്ള ഒരു ദൈവ പ്രവൃത്തി എന്താണ് എന്നാണ് ഞാൻ ആദ്യമായിട്ട് ബ്രദർ വിൽസൺ ബെഞ്ചമിനോട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശദീകരണം ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പല കാലങ്ങൾ കൊണ്ട് പറയുന്ന ഒരു കാര്യം, ഈ ഒരു സഭയെ സംബന്ധിച്ചോളം അപ്പോസ്തോലിക വിശ്വാസവുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ സ്ഥാപിക്കുവാൻ എപ്പോഴും നമ്മൾ ഓരോ വീഡിയോയിലൂടെയും നമ്മൾ കാംക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം സഭയിൽ നടന്ന ചട്ടങ്ങൾ എല്ലാം അത് അപ്പോസ്തോലന്മാർ ചെയ്ത മാതൃക പ്രകാരമാണെന്ന് വിശ്വസിക്കുകയും എന്നാൽ അപ്പോസ്തോലന്മാരുടെ മാതൃകയിൽ അതിൻ്റെ തൊട്ടു വിപരീതമായി നമ്മൾ കാണുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ദൈവത്തിന്റെ അമ്മ എന്ന് അവർ പഴയ കാലങ്ങളിൽ പറഞ്ഞ കാര്യം, അത് ദൈവത്തിന്റെ അമ്മ എന്ന് വചനത്തിനകത്തില്ല, കർത്താവിന്റെ അമ്മ എന്ന് അവിടെ വചനത്തിലുണ്ട്. നമ്മൾ കാണുന്നു ദ മദർ ഓഫ് ദ ലോർഡ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹെബ്രായ ഭാഷയെ സംബന്ധിച്ചോളം രണ്ട് ലോർഡ് എന്നുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് അദോനായി എന്നുള്ള പദത്തിനെയാണ് കർത്താവെന്നും നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത്. ഒന്ന് അദോനി എന്നുള്ള ഭാഗം ആണ്. അദോനി എന്ന് പറയുന്നത് മനുഷ്യരിൽ ഒരു ഉന്നത സ്ഥാനം ഏൽക്കുന്ന ആൾക്കുള്ള പദമാണ് അദോനി. അപ്പൊ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായ ക്രിസ്തു യേശു ആയിട്ട് ഈ ലോകത്തിൽ പ്രത്യക്ഷനായപ്പോൾ ഒരു അദോനി ആയിട്ടാണ് ഈ ലോകത്തിൽ നിന്നത്. അപ്പൊ അദോനി എന്നുള്ള പദം വരുമ്പോൾ മനുഷ്യനായ ക്രിസ്തു യേശുവിന്റെ അമ്മ എന്നുള്ള കാര്യമേ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നു അത് അവര് സൃഷ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ദൈവത്തിന്റെ അമ്മയാണെങ്കിൽ സൃഷ്ടിയല്ല, എന്ന് വെച്ചാൽ ദൈവത്തിന് മുമ്പേ ദൈവത്തിന്റെ അമ്മ വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ അവർ പറയുന്നു അവർ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ അവർ പാടെ ആ ഒരു മനുഷ്യത്വം മദർ മേരിക്ക് അവർ തിരിച്ചു കൊടുക്കുന്നു. അത് വലിയ നല്ല കാര്യമാണ്. നമ്മൾ അത്രയും ഒരു കാര്യം മനസ്സിലാകും. നമ്മളെ സംബന്ധിച്ചോളം
മദർ മേരിക്ക് ഒരു മനുഷ്യത്വം കൊടുക്കുന്നത് അത് ഏറ്റവും ഉന്നതമായ കാര്യമാണ്, അത് വചനത്തിലുള്ള കാര്യമാണ്. അവരൊരു സ്ത്രീയാണെന്നും അവർക്കൊരു കർത്താവ് ഉണ്ടെന്നും എന്റെ കർത്താവ് എന്റെ മേൽ കനിഞ്ഞു എന്നുള്ള കാര്യമാണ് അവര് എപ്പോഴും പറയുന്നത്. അവരൊരു വിശുദ്ധിയായ സ്ത്രീ ആയിരുന്നു എന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തു ആരെന്നറിഞ്ഞ് ശിഷ്യന്മാരുടെ കൂടെ ജീവിച്ച ഒരു സ്ത്രീ ആയിരിക്കണം. നമ്മളെ സംബന്ധിച്ചോളം വളരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ളതിനപ്പുറം നമ്മൾ ഒരിക്കലും അതിനൊരു സ്ഥാനം വേറെ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളെ ഒരു സഹവിശ്വാസി എന്നുള്ള നിലയിൽ ഇന്ന് നമ്മുടെ സഭയിൽ വരുന്ന ഒരു സഹവിശ്വാസി എന്ന നിലയിൽ അവരെ നമ്മൾ കാണുന്നു. അപ്പോൾ അവര് അതിനെക്കാട്ടിൽ ഒത്തിരി ഉന്നതമായ റോളുകളൊക്കെ കൊടുക്കുകയും അവര് മധ്യസ്ഥത ചെയ്യുവാൻ സാധ്യമുള്ള സ്ത്രീയാണെന്ന് പറയും. നമ്മളിപ്പം 1 തീമോത്തിയോസിനകത്ത് കാണുന്നത് ഒരു ദൈവവും ആ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയ്ക്ക് മധ്യസ്ഥനായ മനുഷ്യൻ ആയ ക്രിസ്തുവേശു എന്നുള്ള പദമാണ് 1 തീമോത്തിയോസ് 2:5 കാണുന്നത്. അപ്പോൾ നമ്മൾ എന്നും നമ്മുടെ ആ സ്റ്റാൻഡിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മള് അപ്പോസ്തോലന്മാര് വിശ്വസിച്ചതിനെ അടിസ്ഥാനമാക്കി. ഇവര് പറയുന്നത് ഇവര് വിശ്വസിച്ചതെല്ലാം അപ്പോസ്തോലന്മാരും വിശ്വസിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കണമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനൊരു ചേഞ്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ചേഞ്ച് വന്നപ്പോൾ എനിക്കുള്ള ഒരു സംശയം, ഇതിനു മുമ്പിൽ വന്ന വിശ്വാസികളെല്ലാം ഇത് വിശ്വസിച്ച് ആ വിശ്വാസത്താൽ ആണ് അവർ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് സഭ ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ അവർ ഉത്തരം പറയുന്നത് ഇപ്പോൾ എല്ലാവരും സ്വർഗത്തിലെത്തും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് നമുക്കറിയാം എത്രത്തോളം കാര്യമാണ്. ഒരിക്കലും വചനം അങ്ങനെ നമ്മളെ കാണിക്കുന്നില്ല. വിശ്വാസത്താലാണ് നീതീകരണം എന്ന് വചനം നമ്മളോട് പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ടുള്ള നമ്മുടെ പാനലിസ്റ്റുകൾ ചർച്ച ചെയ്യട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യം ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു വിൽസൺ ബ്രദർ. വളരെ വ്യക്തമാണ് മറുപടി. കാരണം സഭ കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഇത് അടിസ്ഥാന വിശ്വാസത്തിന്റെ രക്ഷയുടെ വിശ്വാസമായി സ്വീകരിച്ച് മരിച്ചുപോയവരെ സംബന്ധിച്ചുള്ള ഒരു കൺസേൺ സഭയ്ക്ക് ഉണ്ടാവേണ്ടതാണ്. സഭ അതിനൊരു മറുപടി പറയണം എന്നുള്ള കാര്യത്തെ ഞാനും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തുടർന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് പാസ്റ്റർ ജോയി ജോസഫിനോടാണ്. ഈ പ്രഖ്യാപനം ഞാൻ മുമ്പ് പറഞ്ഞ ആശങ്കയിലേക്ക് വരികയാണെങ്കിൽ, ഈ പ്രഖ്യാപനം ഇന്ന് മുതൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ അവർക്ക്, നമുക്കറിയാം എല്ലാ ക്രൈസ്തവ കുടുംബത്തിലും കുറച്ച് പഴക്കം ചെന്ന അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കള് ഇന്ന് അതിൽ അവരുടെ ആരാധനയിലൊന്നും പങ്കെടുക്കാതെ മൊബൈലുമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഒരു 50-60 വയസ്സ് വരെ അല്ലെങ്കിൽ 60-70-75 വയസ്സ് വരെയുള്ള ഒരു ജനറേഷൻ ഇന്ന് അവരുടെ പ്രാർത്ഥന അവര് എന്ത് ചൊല്ലും എന്ന് ഒരു ആശങ്കയിലാണ്. കാരണം ഇന്നലെ വരെ അവരുടെ ആരാധനയുടെ ക്രമം എന്ന് പറയുന്നത് വൈകിട്ട് പാർവരിച്ചിരുന്ന് അവരുടെ രൂപങ്ങൾ വെച്ചിരിക്കുന്നതിന് മുമ്പിൽ പോയിരുന്ന് ഈ ദൈവത്തിന്റെ അമ്മയോട് മധ്യസ്ഥം അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് പോപ്പിന്റെ പ്രഖ്യാപനത്തോടുകൂടി മധ്യസ്ഥയല്ല, മറിച്ച് ഒരു സൃഷ്ടി മാത്രമായി, ജസ്റ്റ് എ ക്രിയേഷൻ ഓഫ് ഗോഡായി. പക്ഷെ ഇന്ന് അല്ലെങ്കിൽ പ്രഖ്യാപനം വരുന്നതും വരെയും ഇത് ഷീ വാസ് ദ മദർ ഓഫ് ദ ക്രിയേറ്റർ ആയിരുന്നു. അപ്പം സൃഷ്ടാവിന്റെ അമ്മ എന്നുള്ള നിലയിൽ നിന്നും സൃഷ്ടി എന്ന വലിയൊരു ഉയരത്തിൽ നിന്ന് ഏറ്റവും താഴേക്കുള്ള ഒരു വീഴ്ചയാണ് അവരുടെ ഏറ്റവും വലിയ മീഡിയേറ്ററിന് സംഭവിച്ചിട്ടുള്ളത്. ഇത് വിശ്വാസികൾ എങ്ങനെ ഉൾക്കൊള്ളും? അവർക്ക് ഇന്നും ഒരു പ്രാർത്ഥന അവർ നിർത്തേണ്ടി വരും. കാരണം ഇനി പുതിയ പ്രാർത്ഥനകളും ഇവർ അവതരിപ്പിച്ചു കൊടുക്കേണ്ടി വരും. കാരണം നമ്മളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ നമ്മുടെ സ്തോത്രമായി ആരാധനയായി ദൈവസ്ഥലിൽ ഉയർത്തുകയാണ്, പാട്ടുപാടി അവനെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്ക് അങ്ങനെ ഒരു ടിപ്പിക്കലായിട്ടുള്ള പ്രാർത്ഥനയൊന്നുമില്ല. ഒരു ദിവസം ചൊല്ലുന്നത് തന്നെ എപ്പോഴും ആവർത്തിക്കുന്നില്ല. നമുക്ക് എന്താണോ ദൈവത്തോട് പറയാനുള്ളത്, ദൈവത്തെ നമ്മളൊന്ന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു, പാട്ടുപാടുന്നു, നമ്മളൊരു വചനം വായിക്കുന്നു, ചിന്തിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ ബോധിപ്പിക്കുന്നു. ഇതാണ് പ്രാർത്ഥനയായിട്ട് നമ്മൾ ബൈബിളിന്റെ ഏടുകളിൽ നിന്ന് കാണുന്നത്. ഇപ്രകാരം ഒരു ആരാധനാക്രമം, ഒരു പ്രാർത്ഥന ഇല്ലാത്ത ഒരു സമൂഹത്തിൽ
ഇന്ന് മുതൽ ഒന്നുകിൽ പ്രാർത്ഥന ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ പിന്നെ പോപ്പിനെ ധിക്കരിച്ചുകൊണ്ട് അവര് പിന്നെയും അവരുടെ വഴിയിൽ പോകേണ്ടി വരും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് അവരെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അവരിന്ന് മുതൽ ബ്ലാങ്ക് ആവും. കാരണം അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവര് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈ പ്രമാണം ഒരു രേഖയായി അവര് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ ഇതിന് ഒരു സമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാരമ്പര്യങ്ങളുടെ പഴക്കം അങ്ങനെയാണ്. അതുമായിട്ട് പാസ്റ്റർ ജോയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇവിടെ പാനലായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കും നന്ദി അറിയിക്കുന്നു. വാസ്തവത്തിൽ കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികളായിരിക്കുന്നവർക്ക് ഞെട്ടൽ ഉണ്ടാക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് ഒരു ഞെട്ടൽ പോലെ ഞങ്ങൾ അനുഭവിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങൾക്കതിൽ പോപ്പിന്റെ പ്രഖ്യാപനത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മാതാവ് കേവലം സൃഷ്ടിയാണ്. മാതാവിനോട് ഇനി അപേക്ഷിക്കേണ്ട. രക്ഷയുമായിട്ട് മാതാവിന് ബന്ധമൊന്നുമില്ല. ഏക രക്ഷകൻ കർത്താവായ യേശുവാണ്. ഇങ്ങനെയുള്ളതായ പ്രഖ്യാപനങ്ങൾ കത്തോലിക്ക സഭയുടെ ഉപദേശത്തെ ഒന്ന് ഉലച്ചിരിക്കുകയാണ്. എന്റെ സംശയം, നമ്മുടെ ഈ കൊച്ചിയല്ല, കൊച്ചിയോട് ചേർന്നുള്ള വള്ളിത്തോടുകാരനാണെന്ന് തോന്നുന്നു, ഒരു ജോസഫ് അച്ഛൻ. അദ്ദേഹം ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കൃപാസനം മാതാവ്, ഇനി കൃപാസനം മാതാവിന്റെ പണി വാളുവോ എന്ന് സംശയമുണ്ട്. ഏതായിരുന്നാലും ഈ പോപ്പിന്റെ പ്രഖ്യാപനം നല്ലൊരു കൂട്ടം വചന പരിജ്ഞാനമില്ലാത്ത നമ്മുടെ മാതാപിതാക്കൾ അത് അംഗീകരിക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം പണ്ട് ഒരു ചരിത്ര പണ്ഡിതനായ ഒരു പോപ്പിന്റെ പേര് അറിയാവുന്നവർ പറയണം. അദ്ദേഹം ഈ വർഗീസ് പുണ്യാളൻ, ഫിലോമിന പുണ്യാളത്തി, ഇവര് ചരിത്രത്തിലുള്ളവരല്ല, അവർ ജീവിച്ചിരുന്നവരല്ല എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ നമ്മുടെ അമ്മച്ചിമാര് സമ്മതിച്ചു കൊടുക്കുവോ? ഈ വർഗീസ് പുണ്യാളനോട് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇന്നും നമുക്കറിയാം, നമ്മുടെ കൊച്ചിയിലുള്ള എടപ്പള്ളിയിൽ അതിന്റെ പ്രത്യേക ഒരു പള്ളിയുണ്ട്. അവിടെ വിശ്വാസികളെ കടന്നു വരുന്നു. അപ്പോൾ ഈ മാതാവിനെ സത്യത്തിൽ നമ്മളാണ് മാതാവിനെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല, മാതാവിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇപ്പോൾ പോപ്പിന്റെ പ്രഖ്യാപനത്തോടു കൂടി പോപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ കത്തോലിക്ക സഭ കൊണ്ടുവന്ന ആശയങ്ങൾ ഏറ്റെടുത്ത ജനത്തോട് പോപ്പ് പറയുകയാണ് ഇനി മുതൽ അതിന്റെ ആവശ്യം ഇല്ല എന്ന്. അപ്പോ ഇവിടെ പ്രസക്തി എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിൻസെന്റ് ബ്രദർ ചോദിച്ച ചോദ്യത്തിന് ഇവർക്ക് ഉത്തരവില്ലാതെ വരും. ഇതുവരെ ഈ മാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച ജനത്തിന് എന്ത് സംഭവിക്കും? അനേകരെ പാപത്തിലേക്കും നരകത്തിലേക്കും തള്ളിവിടുകയല്ലേ ചെയ്തത്. അതിനെന്തുത്തരം പറയും ഈ കത്തോലിക്ക അധികാരികൾ അല്ലെങ്കിൽ പോപ്പ് എന്തുത്തരം പറയും? അപ്പോൾ വിശുദ്ധ ബൈബിൾ കഴിഞ്ഞ കാലങ്ങളിലായി നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മാതാവിനെ നമ്മൾ നിഷേധിച്ച് പുറന്തള്ളേണ്ട ഒന്നല്ല. അങ്ങനെ നിഷേധിച്ച് പുറന്തള്ളുന്ന ചില ബന്ധക്കോസുകാരുണ്ടാകും. എന്നാൽ മാതാവ് വിശുദ്ധമായി ജീവിച്ച ഒരു നല്ല സ്ത്രീയാണ്. ആ മാതാവിനെ കുറിച്ച് കത്തോലിക്ക സഭ പറയുന്ന, വാഴ്ത്തുന്ന, പുകഴ്ത്തുന്ന ഒന്നും മാതാവിലില്ല. പക്ഷെ മാതാവിനെ ബഹുമാനിക്കണം, ആരാധിക്കാൻ പാടില്ല. ഇത് മാതാവിന്റെ രൂപം വെച്ച് അതിന് തിരിയും കൊളുത്തി അതിന്റെ മുൻപിൽ വന്ന് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാകുന്നു, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഒന്ന് ചിന്തിക്കണം. സത്യത്തിൽ ഇവർക്ക് എവിടെ ചെന്നാലും ഈ പ്രാർത്ഥനയുള്ളൂ. ഇപ്പൊ ജോസ് വർഗീസ് പറഞ്ഞ പോലെ മറ്റൊരു പ്രാർത്ഥന അവർക്ക് അറിയത്തില്ല. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വിഷമം വരുമ്പോൾ ആ വിഷമങ്ങളാണ് ദൈവത്തോട് പറയുന്നത്. നമുക്ക് മധ്യസ്ഥരില്ല. നമ്മൾ കർത്താവ് യേശുവിനോട് കാര്യങ്ങൾ നേരിട്ട് പറയുകയാണ്. അതിന് ബൈബിളിൽ പ്രമാണമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവര് പ്രാർത്ഥിക്കുന്ന ഇപ്പൊ ഔസേപ്പിതാവിന്റെ രൂപമാണെന്ന് പറഞ്ഞ് ഒരു പുരുഷന്റെ രൂപം വെച്ചു, അതുപോലെ ഗീവർഗീസിന്റെ രൂപമാണെന്ന് പറഞ്ഞ് വെച്ചു. അവിടെ എല്ലാം ചെന്ന് ഇവര് പ്രാർത്ഥിക്കുന്ന എന്തുവാ?
നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഈ ഔസേപ്പിതാവിനെയും ഈ ഗീവറീസിനെയും അന്ത്യോസ് പുണ്യാളിനെയും എല്ലാം സ്ത്രീകളുടെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുക. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മള് അത് പറഞ്ഞാലും പ്രാർത്ഥിച്ചില്ലേലും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുപോലെ ഉദരത്തിന്റെ ഫലം എന്ന് പറയുമ്പോൾ അവിടെയും അത് തെറ്റാ. കാരണം എന്ന് ചോദിച്ചാൽ, നീ കുടിച്ച മുലയും നിന്നെ ചുമന്ന ഉദരവും ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് അതെ അങ്ങനെ തന്നെ എന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞത് അങ്ങനെയല്ല, എന്റെ വചനം കേട്ട് അനുസരിച്ച് ജീവിക്കുന്നവരാ ഭാഗ്യമുള്ളവർ. ഇതൊരു കത്തോലിക്കരുടെ ബൈബിളിലുണ്ട്. അവരത് പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി ഈ മാതാവിനെ സംബന്ധിച്ചുള്ള ഇവരുടെ ഉപദേശങ്ങളും ആശയങ്ങളും മുഴുവൻ തെറ്റായിരുന്നു എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പറയുന്ന ഒരു ഉത്തരവാണ് നമ്മുടെ പോപ്പ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ വിഷയത്തിന് മേൽ ഞങ്ങൾ ഈ ഗ്രൂപ്പിന്റെ പേരിൽ തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. പക്ഷെ ഇനി ജനങ്ങൾ എന്ത് ചെയ്യും? അത് ജനങ്ങൾ ഒരിക്കലും അത് മാറ്റുകയില്ല. കാരണം അവർ പഠിച്ചിരിക്കുന്ന പ്രായമുള്ള ബൈബിൾ വായിക്കാത്ത, ബൈബിളിനെ സംബന്ധിച്ച് ഒന്നും അറിയത്തില്ല പാവങ്ങൾക്ക്. ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കത്തോലിക്കർ തുടങ്ങിയത് എപ്പോഴാണ്? പള്ളിയിൽ ചെന്നവർ പഠിച്ചതല്ല. നമ്മെ പോലുള്ളവരും അതുപോലെ അനേകരും സോഷ്യൽ മീഡിയയിലൂടെ പല സംവാദങ്ങൾ തുടങ്ങി. അതിനുശേഷമാണ് അവർ ബൈബിൾ പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയത്. അതിന്റെ പണ്ഡിതപരമായിട്ട് അനേകർക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. അവർ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്, നമ്മുടെ സഭ കാണിക്കുന്നതെല്ലാം തെറ്റാണ് എന്നൊക്കെ അവർ രഹസ്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു സമൂഹത്തെ ഭയന്ന് അവര് അവിടെ നിൽക്കുകയാണ്. ഏതായിരുന്നാലും ഈ പോപ്പ് ഇവിടെ പറഞ്ഞ മാതാവിനോട് മധ്യസ്ഥത ഇനി അണയ്ക്കണ്ട എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക സഭയിൽ ഒരു വലിയ വിവാദം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല അമ്മച്ചിമാർക്കും ഒന്നും അത് ഞെട്ടലായിട്ട് തോന്നുകയില്ല. അവരിന്നും ഒരുപക്ഷെ ഇത് ഉത്തരവ് വന്നതിന് ശേഷവും അവർ ഈ തമ്പുരാന്റെ അമ്മയെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇവിടെ തമ്പുരാന്റെ പിതാവിന്റെ ദൈവമാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ ഒരു മാതാവ് ഉണ്ടെങ്കിൽ അതിന് മറ്റൊരു മാതാവും കാണും. അപ്പോ ഇതിനെല്ലാം വചനത്തിന്റെ അർത്ഥങ്ങളോ വചനത്തിന്റെ കാര്യങ്ങളോ ഗ്രഹിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ അവരെല്ലാം മദ്യപിച്ചും വിഗ്രഹങ്ങളെ ആരാധിച്ചും അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇനി ഒത്തിരി വ്യതിയാനങ്ങൾ വരണം. നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് ഒത്തിരി വ്യതിയാനങ്ങൾ വരണം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, മറിയയെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും നിഷേധിക്കുകയില്ല. നമ്മള് മാതാവിന്റെ ഒരു രൂപം വഴി സൈഡിൽ ഉണ്ടാക്കി വെച്ച്, ഒരു പാത്രം വെച്ച്, സാധാരണ വഴി സൈഡിലൊക്കെ ആൾക്കാര് ധർമ്മത്തിന് ഇരിക്കുന്നത് പോലെ നമ്മളൊരു പാത്രം വെച്ചിട്ട് അവിടെ ആരൊക്കെയാ വന്ന് കാശിടുന്നത്? കള്ളുകുടിയനും ദുർമാർഗികളും അതുപോലെ അമ്മയ്ക്കെട്ടടിച്ചൊരു അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവനാ ഈ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ കൊണ്ട് കാശിടുന്നത്. അങ്ങനെ വാസ്തവത്തിൽ ഈ തെറ്റായ പ്രവണതയ്ക്ക് ഒരു പരിധി വരെ മാറ്റം വരാൻ സാധിക്കുമെങ്കിൽ അത് ഒരു വിപ്ലവമായിരിക്കും, അതൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ കുറേശ്ശെ കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നാൽ കുറച്ചു പേരെങ്കിലും അതിനകത്തൊരു വലിയ മാറ്റം ഉണ്ടാകുകയില്ലെങ്കിലും അത് മനസ്സിലാക്കി ചിലരൊക്കെ അത് വെളിയിൽ വന്ന് സത്യ ക്രിസ്ത്യാനിയായി ജീവിപ്പാനായിട്ട് ഇടയായിത്തീരും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാകുകയില്ല. വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ ബൈബിൾ നന്നായിട്ട് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാകണം. അത് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നല്ല ഉത്തരമാണ് പറഞ്ഞത്. ഞാൻ ആശയപ്പെട്ടതുപോലെ തന്നെയാണ് ജോയി പാസ്റ്റർ പറഞ്ഞത്. കാരണം ഇന്ന് ഒന്നുകിൽ പ്രാർത്ഥന ഇന്നലെയോട് നിന്ന് ഇന്ന് വൈകിട്ട് വെറുതെ ഇരുന്ന് കഞ്ഞി കുടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അതെന്തായാലും കത്തോലിക്കർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാജു പാസ്റ്ററോടാണ് എനിക്ക് അടുത്തൊരു ചോദിക്കാനുള്ളത്. ഈ പ്രഖ്യാപനം വന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യമുള്ളത്, കത്തോലിക്ക സഭ അനുവർത്തിച്ചു പോരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ മാതാവ്, ഈ മധ്യസ്ഥയായ മാതാവിനെ ചുറ്റിപ്പറ്റി കത്തോലിക്ക സഭയ്ക്ക് ഈ പ്രത്യേകിച്ച് ധാരാളമായ പുണ്യ കേന്ദ്രങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലാണെങ്കിൽ വേളാങ്കണ്ണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പുതുതായിട്ട് ആലപ്പുഴയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു കൃപാസനമുണ്ട്. പിന്നെ നമ്മള് ഗുഡാലൂപ്പ മാതാവ്, പിന്നെന്താണ് മെഡ്ജുഗോറിയ മാതാവ്, ലൂർദിലെ മാതാവ്, ഇങ്ങനെ ഒരുപാട് മാതാവ് ഉണ്ട്.
ഇവിടെയൊക്കെ ഈ മാതാവ് പ്രത്യക്ഷമായി ചില ദൈവദാസന്മാരോട് സംസാരിച്ചു. കത്തോലിക്ക സഭ വലിയ അപജയത്തിലാണ്. പുരോഹിതന്മാരെ കുറിച്ച് മാതാവ് കണ്ണുനീരോടെ രക്തം ചിന്തി രക്തം ഒഴുകുന്ന കണ്ണുകളോടെ സംസാരിച്ചിട്ടുണ്ട്. പുരോഹിതന്മാര് ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്, അവരുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ പലരും ദുർമാർഗികളായിട്ട് നടക്കുന്നു, അവരെ എല്ലാം ഒന്ന് ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു പുരോഹിതന് പ്രത്യക്ഷമായ ചില പുസ്തകങ്ങളുണ്ട്. ഇപ്പം സഭ ഈ പുണ്യ സ്ഥലങ്ങളെ ഡിസോൺ ചെയ്യുമോ? മാതാവിന്റെ പ്രത്യക്ഷതകളെ ഇവര് ഡിസോൺ ചെയ്യുമോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട വിഷയം. കാരണം നമ്മൾ ഒരു പോപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പക്ഷെ ഇതിനൊരു ദൂരവ്യാപകമായ ഫലം ഉണ്ട്. അത് എത്രമാത്രം സത്യസന്ധമായി മാറ്റപ്പെടും എന്ന് എനിക്കറിയില്ല. കാരണം ഈ പറയുന്ന പല സ്ഥലത്തിലും പല പേരിൽ അറിയപ്പെടുന്ന മാതാവ് പലയിടത്തും പ്രത്യക്ഷമായിട്ടുണ്ട്. ഒരു കണ്ണുനീർ വാർക്കുന്ന ഒരു മാതാവുണ്ട്. ആ മാതാവിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. റോസാ മിസ്റ്റിക്ക മാതാവ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ പലയിടങ്ങളിൽ പല വേഷത്തിൽ പ്രത്യക്ഷമായ മാതാവ്, നമുക്കറിയാം പലയിടങ്ങളിൽ പല വേഷത്തിൽ പ്രത്യക്ഷമാകാൻ കഴിയുന്നത് മാതാവല്ല, പിശാചാണ്. നമ്മളത് പറയുകയാണെങ്കിൽ അവർ നമ്മളെ നേരെ കല്ലെടുത്തെറിയും. കാരണം അവര് യേശുവിനെ ചീത്ത പറഞ്ഞാലും പ്രശ്നമില്ല, മാതാവിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്കർക്ക് വലിയ പ്രശ്നമാണ്. ഞാൻ ഒരിക്കൽ നമ്മുടെ അനിൽക്കുടത്തോട്ടമായിട്ട് ഒരു ജോസ് എന്ന് പറയുന്ന ഒരു കത്തോലിക്ക അൽമായൻ ഒരു ഡിബേറ്റ് നടത്തി. ആ ഡിബേറ്റ് നടത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിൽക്കുടത്തോട്ടം പറഞ്ഞു മാതാവിന് വേറെ മക്കളുണ്ടായിരുന്നു പറഞ്ഞപ്പോഴത്തേനും ഈ ജോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ജോസ് പറഞ്ഞത് മാതാവിന് വേറെ മക്കളുണ്ടെന്ന് തെളിയിച്ച ഈ കൈയാണ് നമ്മൾ മുറിച്ചു തരുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ കൈ നമ്മൾ മുറിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ കൊടുത്തോളം പറഞ്ഞിട്ടുണ്ടോ, യേശുവിനെ എന്തെങ്കിലും പറഞ്ഞ ഈ ആവേശം ഇവർക്കില്ല, മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കൈ ഞാൻ നമ്മൾ മുറിച്ചു തരാന്ന് പറഞ്ഞു. അപ്പം ഇത്തരം വിശ്വാസികൾ ഈ പുണ്യസ്ഥലങ്ങൾ, അവരുടെ പ്രത്യക്ഷതകൾ, ഈ പിൽഗ്രിമേജുകൾ കൊണ്ട് സമ്പാദിക്കുന്ന സമ്പത്ത്, ഇതെല്ലാം അവസാനിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ സഭ വളരെ സത്യസന്ധമായിട്ട് ഇത് അവസാനിപ്പിക്കണം. ഈ പുണ്യസ്ഥലങ്ങൾ ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല, മാതാവ് രക്ഷക അല്ല, മാതാവ് ഒരു സാധാരണ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ അത് കത്തോലിക്ക സഭയുടെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക്, നിലവിലുള്ള അവരുടെ ആചാരങ്ങൾക്ക്, മധ്യസ്ഥതയ്ക്ക്, അവിടെ വന്നുകൂടുന്ന ആളുകൾക്ക് പ്രത്യക്ഷമായി എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെയൊക്കെ നമ്മളൊന്ന് അപഗ്രഥിച്ച് നോക്കണം. നിങ്ങൾക്കറിയാം, വാസ്തവമായി കർത്താവ് പ്രത്യക്ഷമാകുന്നുണ്ട് അനേകർക്ക്. പക്ഷേ മാതാവ് പ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുള്ളതല്ല. പത്രോസ് എനിക്ക് പ്രത്യക്ഷനായി, പൗലോസ് എനിക്ക് പ്രത്യക്ഷനായി എന്ന് ആരും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ പത്രോസിനും പൗലോസിനും ഉള്ള ഒരു പദവിക്ക് അപ്പുറമായി വചനം കൽപ്പിച്ചു കൊടുക്കാത്ത ഒരു പദവിയുള്ള ഈ മാതാവിനെ ചൊല്ലി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ പുണ്യസ്ഥലങ്ങളും ആരാധനാലയങ്ങളെ സംബന്ധിച്ചുള്ള എന്റെ ഒരു ആശങ്ക ഞാൻ പങ്കുവെക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് രാജു ദാനിയലിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? ഓഡിയോ ഇല്ല, പക്ഷെ ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ. സ്തോത്രം. ബഹുമാന്യരായ ദേവദാസന്മാരോട് ചേർന്ന ഈ പ്രഖ്യാപനത്തോട് അനുബന്ധിച്ച് വളരെ ശക്തമായി നാം ജനത്തിന് നല്ല അറിവുകളെ കൊടുക്കേണ്ടതായ വലിയൊരു കടമയും കർത്തവ്യവും നമുക്ക് ദൈവജനത്തിലൂടെ അവർക്കത് പ്രയോജനപ്പെടുവാൻ ദയാകേണ്ടത് നമ്മുടെ സ്തോത്രം അറിവ് ദൈവത്തിൽ സ്തോത്രം സത്യദൈവത്തെ ശരിയായി അറിയുവാൻ അനേകർക്ക് ഗുണകരമായി തീരുവാൻ ഇത് വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ സൃഷ്ടിയോടും സൃഷ്ടാവും എന്നുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ മറിയയെയും കർത്താവിനെയും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, പ്രവാചക സൂക്തങ്ങളിൽ എഴുതിയിരിക്കുന്നത് യശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ. കർത്താവ് ദൈവമാണെന്ന് പറയുന്നു, മറിയയെക്കുറിച്ച് സൃഷ്ടിയാണെന്നും പറയുന്നു. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തെ
58 നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. അപ്പോൾ അബ്രഹാമിനേക്കാൾ മുമ്പായിരുന്നു മറിയ എന്നുള്ളതാണ്. യേശുക്രിസ്തു അബ്രഹാമിനേക്കാൾ മുൻപ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അബ്രഹാം ജനിച്ചതിന് എത്രയോ നാളുകൾക്ക് ശേഷമാണ് മറിയ ഇവിടെ ജനിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പ്രാധാന്യം എന്നത് നമുക്ക് എന്താണ് ചിന്തിക്കേണ്ടത്? മറിയെ വെറുമൊരു ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു എന്ന് യോഹന്നയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നും അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സകലതും ഉളവായി എങ്കിൽ മറിയ യേശുക്രിസ്തുവിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ ദാസിയാണ്, കേവലം ഒരു മനുഷ്യ സ്ത്രീയായി ദൈവം മെനഞ്ഞ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വം നമുക്ക് വ്യക്തമായി നാം അവിടെ കാണുകയാണ്. ഇതുപോലെ അനേക വ്യാജ ആത്മാക്കളാൽ, മാനുഷിക ഉപദേശങ്ങളാൽ മനുഷ്യനെ തെറ്റിക്കുന്നതായ പല ചിന്തകൾ മനുഷ്യനിൽ പഠിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ ഒരാൾ പറഞ്ഞു, 2 തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയല്ലോ മതങ്ങൾ തീർത്ത ദൈവമെന്നാണ്. ദൈവത്തെ 4 ചുവരുകൾക്ക് നടുവിൽ വെച്ചുകൊണ്ട് സാധാരണ കേവല മനുഷ്യനെ പോലെ 5 പൈസ തരണേ എന്ന് തെണ്ടിയാക്കി ചിത്രീകരിക്കുന്ന, ദൈവത്തെ വില കുറച്ച് കാണിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണുവാൻ കഴിയും. ഇതിന്റെ എല്ലാം പിന്നിലെ രഹസ്യം എന്ന് പറയപ്പെടുന്നത് വാസ്തവത്തിൽ സ്തോത്രം ധനസമ്പാദ്യം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ധനസമ്പാദ്യത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളാണ് ദൈവിക വചനവുമായി യാതൊരു ബന്ധവുമില്ലാതെ വണ്ണം ഈ മറിയയുടെയും രൂപങ്ങളെ, അല്ലെങ്കിൽ അത് മധ്യസ്ഥത വഹിക്കുന്ന ശക്തിയാണ്, അല്ലെങ്കിൽ മധ്യസ്ഥത മറിയയിലൂടെ ആണ് എന്നൊക്കെയും പഠിപ്പിച്ച് അനേക ഇതുപോലുള്ളതായിരിക്കുന്ന സൗധങ്ങളെ പണിത് അതിലൂടെ ധനം സമ്പാദിച്ച് മനുഷ്യരെ വഞ്ചിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ മറിയ കേവലം അബ്രഹാമിന്റെ സന്തതിയിൽ ജനിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണെന്നും ഈ അബ്രഹാമിനേക്കാളും മറിയേക്കാളും മുമ്പ് കർത്താവ് ഉണ്ട് എന്നും, പ്രത്യേകിച്ച് യോഹന്നയുടെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ് ലോകം ഉണ്ടാകുന്നതിന് മുൻപേ യേശുക്രിസ്തു ഉണ്ട് എന്നാണ്. യോഹന്നയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, അവൻ മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഉളവായില്ല. ഇപ്പൊ സൃഷ്ടിയാണോ സൃഷ്ടാവാണോ വലുത്? ആ സൃഷ്ടിയെ കൊണ്ട് അപ്പോസ്തലന്മാർ നൽകപ്പെടാത്ത ഉപദേശ തത്വസംഹിതങ്ങളെ, മാനുഷിക ഉപദേശങ്ങൾ ഭാവികാലത്ത് ഭൂതങ്ങളുടെ ആത്മാവിനാൽ, വ്യാജാത്മാക്കളാൽ, അതുപോലെ കർത്താവ് പറഞ്ഞത് അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എല്ലാം വന്ന് കഴിയുമെങ്കിൽ തെറ്റിക്കുവാനായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന കാലം സമാഗതമായിരിക്കുകയാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളെ തെറ്റിക്കരുത്. അന്തമില്ലാത്ത വംശാവലികളൊക്കെയും പറഞ്ഞ് ഓരോരുത്തരെയും തെറ്റിക്കുവാൻ ആണ് ഈ വ്യാജത്തിന്റെ വ്യാപാര ശക്തി
ഒരുങ്ങുന്നത്. സ്തോത്രം. എന്നാൽ ഈ പ്രഖ്യാപനം ഒന്നുകൂടെ ഒരു തിരുത്തലിന് വിധേയപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഒരു സത്യത്തിലേക്ക് നയിക്കുവാൻ ഇടയായി. ഇത് അനേകർക്കും ഈ സത്യത്തിലേക്ക് നയിക്കുവാൻ ഇതൊരു മുഖാന്തരമായി തീരും എന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ളതാണ്. ദൈവവചനം അനേകർ പരിശോധിച്ച് ഏതായാലും മറിയ സ്തോത്രം സൃഷ്ടിയാണ് എന്നും കർത്താവ് സൃഷ്ടാവാകുന്നു എന്നുള്ള ഒരു സത്യത്തെ അവർ വിരൽ ചൂണ്ടിയതിൽ വളരെ ഹല്ലേലൂയ സന്തോഷിക്കുന്നു. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. കർത്താവിന്റെ അരുളപ്പാട് വിശ്വസിച്ചവളാണ്. കർത്താവിന്റെ മാതാവ് എന്നുള്ള പദവി ജഡത്തിൽ വഹിക്കുവാൻ വിശുദ്ധയായ ഒരു സ്ത്രീയാണ്. അത് ബഹുമാന്യത്തിന് യോഗ്യതയുള്ള സ്ത്രീയാണ്. ഇതെല്ലാം ഒരു സത്യമായിരിക്കെ സ്തോത്രം ഈ മറിയയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സൃഷ്ടിയാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ആ സൃഷ്ടിയെ വെച്ചുകൊണ്ട് ധനം സമ്പാദിക്കുന്ന മാർഗമായി വ്യാജത്തിന്റെ ആലോചനകൾ, മാനുഷിക ഉപദേശങ്ങൾ യെരൂശലേമിൽ അന്നുണ്ടായിരുന്നത് പോലെ ഇന്നും വിവിധ മാർഗങ്ങളിലൂടെ അവർ വലിയ ചുമടുകളെ മറ്റുള്ളവരുടെ തലയിൽ ഏൽപ്പിക്കുകയും ഒരു ചെറിയ വിരൽ കൊണ്ട് പോലും തൊടാതെ മാനുഷിക ഉപദേശങ്ങളെ പഠിപ്പിച്ച് മനുഷ്യനെ തെറ്റിക്കുന്ന ഒരു തലമുറ നമുക്ക് മുൻപിൽ കാണുന്നു. അനേക കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരൊക്കെയും കടന്നു വന്നു, ഉപദേശകന്മാരൊക്കെയും കടന്നു വന്നു. എത്തിക്കുവാനിടയാകും ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും യഥാർത്ഥത്തിൽ ഒരു ഭക്തന്റെ അല്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. അവന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യനെ തെറ്റിക്കുവാൻ അന്ന് യഹൂദന്മാർ ഇത് അന്വേഷിച്ചിരുന്നു. യവനന്മാർ ജ്ഞാനം അന്വേഷിച്ചിരുന്നു. ഇതുപോലെ അടയാളങ്ങളും അത്ഭുതങ്ങളിലും ആകൃഷ്ടരാകുന്ന ഒരു ദുഷ്ടതലമുറയ്ക്ക് ഇത് പ്രയോജനപ്പെടും. എന്നാൽ നിത്യതയ്ക്ക് ഇത് പ്രയോജനപ്പെടുന്നതല്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കർത്താവിന്റെ മാതാവ് എന്നൊക്കെയും പറയുമ്പോൾ അത് ജഡത്തിൽ മാത്രമാണ്. എന്നാൽ കർത്താവിന്റെ സൃഷ്ടിയാണ്. മാതാവ് എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ യഥാർത്ഥമായി കർത്താവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുവാൻ ജനങ്ങൾ ഇത് മുഖാന്തരം പലരും അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കുമ്പോൾ ഈ ജ്ഞാനത്തിലൂടെ കർത്താവിന് വേണ്ടപ്പെട്ടവരെ എടുത്തുകൊള്ളുവാൻ അല്ലെങ്കിൽ വേർതിരിക്കുവാൻ ഇതൊരു മുഖാന്തരമായി തീരും എന്നുള്ളത് കാര്യം വളരെ സത്യമാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം. താങ്ക് യു. വളരെ വ്യക്തമാണ്. നമുക്ക് ഒരു വീഡിയോ, ദാനിയേൽ പൂവണ്ണത്തിന്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അടുത്ത ബേബി ക്ലാസ്സിലേക്ക് വരുന്നതായിരിക്കും. നമുക്ക് 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്കിത് ചെയ്യാനെന്ന് ഓർപ്പിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ബൈബിൾ ന്യൂ ടെസ്റ്റമെന്റ് 27 പുസ്തകങ്ങൾ അടങ്ങിയതാണ്. അങ്ങനെയാണ് ഏതാണ്ട് 4-ാം നൂറ്റാണ്ടിലാണ് നമുക്കിങ്ങനെ കുത്തിക്കിട്ടിയ ഒരു 27 പുസ്തകങ്ങൾ അടങ്ങിയ ന്യൂ ടെസ്റ്റമെന്റ് സഭയിൽ നിലവിൽ വരുന്നത് 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. എൻ്റെ ഒന്നാമത്തെ ആശയം ഇതാണ്. 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ് വായിക്കാൻ കൊള്ളാവുന്ന പരുവത്തിൽ നമുക്കൊരു ന്യൂ ടെസ്റ്റമെന്റ് കിട്ടുന്നത്. പക്ഷെ ആ 4 നൂറ്റാണ്ടുകളിലും സഭയുണ്ടായിരുന്നു, സഭയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു, ആരാധനകൾ ഉണ്ടായിരുന്നു, പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സഭയാണ് ആദ്യം ഉണ്ടായത്, ബൈബിൾ അല്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ ആശയം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സഭയാണ് ആദ്യം ഉണ്ടായത്. സഭയിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. സഭയ്ക്ക് വേണ്ടിയാണ് ബൈബിൾ എഴുതപ്പെട്ടത്. സഭയുടെ പശ്ചാത്തലത്തിലാണ്, സഭയുടെ ആരാധനാ പശ്ചാത്തലത്തിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. അല്ലാതെ ബൈബിൾ അനുസരിച്ച് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ ഡോക്യുമെന്റ് അല്ല. മനസ്സിലായോ? ഒരു സഭ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുസ്തകം എഴുതിയിട്ട് നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനൊരു സഭ അതല്ല. അതുകൊണ്ട് സഭയിലെ എല്ലാ പ്രാക്ടീസുകളുടെയും ആധാരമായി വചനം ചൂണ്ടിക്കാട്ടിക്കേണ്ട ബാധ്യത അപ്പസ്തോലിക സഭകൾക്കില്ല. കാരണം സഭയിലെ പ്രാക്ടീസുകളുടെ ആധാരം ഈ പുസ്തകം അനുസരിച്ച് ഉണ്ടാക്കിയതല്ല.
ഈ പുസ്തകത്തിലെല്ലാം എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ സഭയിൽ അത് ആദ്യ നൂറ്റാണ്ട് മുതൽ, ഈശോ മുതൽ, അപ്പസ്തോലന്മാര് മുതൽ കൃത്യമായി പകർന്നു കിട്ടിയ ആ പാരമ്പര്യത്തിന്റെ വഴികളിൽ സഭയിൽ ഇന്ന് തുടരുന്ന 2000 ഞാൻ അതിനെക്കുറിച്ച് പറയാം. കഴിഞ്ഞ 2000 വർഷങ്ങളായി അപ്പസ്തോലിക സഭകളിൽ തുടരുന്ന എല്ലാ പതിവുകളും എല്ലാ ശീലങ്ങളും അപ്പസ്തോലന്മാർ മുതൽ ആരംഭിച്ചതാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ആദ്യത്തെ ആശയം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ആരെയും ഇത് വെല്ലുവിളിക്കാനോ ആരുടെയും വാദമുനകളെ ഓടിക്കാനോ വേണ്ടിയിട്ടില്ല. മറിച്ച് സത്യം ഇതാണ്. സത്യം ഇതായിരിക്കെ സത്യത്തെ മറ്റൊരു വിധത്തിൽ ആരും വളച്ചൊടിക്കാൻ പാടില്ല. ഇതാണ് സത്യം. സഭയിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്, സഭയിലാണ്. ഓക്കെ, വളരെ വിശദമായി ഈ വീഡിയോയ്ക്ക് നമ്മൾ രണ്ടു പ്രാവശ്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പുതിയ പശ്ചാത്തലത്തിൽ ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് ഒരു പുതിയ മാനം കൈവരുകയാണ്. ഇനി പല കാര്യങ്ങളും തിരുത്തിക്കൊണ്ട് പ്രസംഗിക്കാൻ ദാനിയേൽ പൂർണ്ണം തയ്യാറാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ മുമ്പേ ആശങ്കപ്പെട്ടതുപോലെ ഈ ദാനിയേൽ പൂർണ്ണത്തിൽ പോലുള്ള ആളുകളും പോപ്പിന്റെ പ്രഖ്യാപനത്തെ ഒരു അധികാരിയുടെ പ്രഖ്യാപനം എന്നുള്ള നിലയിൽ മൗനമായി സ്വീകരിക്കുകയും അവരുടെ വ്യക്തിപരമായ ആരാധനകളിൽ അവർ സ്വീകരിച്ചു പോരുന്ന പാരമ്പര്യങ്ങൾ പിന്തുടരുകയും ചെയ്യും എന്നാണ് ഞാൻ ശങ്കിക്കുന്നത്. എന്റെ ചോദ്യം ബേബി പാസ്റ്ററോട് എങ്ങനെയാണ്? അവിടെ പറയുന്നത്, അദ്ദേഹം പറയുന്നത് സഭയാണ് ആദ്യം ഉണ്ടായത്, ബൈബിൾ പിന്നെ ഉണ്ടായതാണ്. സഭയിലെ ആരാധനാക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബൈബിൾ എഴുതപ്പെട്ടിട്ടുള്ളത്. സത്യത്തിൽ വലിയൊരു ഭോഷ്കും വഞ്ചനയുമാണിത്. സഭയിലെ ആരാധനാക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ബൈബിൾ എഴുതിയിട്ടുള്ളതെങ്കിൽ ബൈബിളിനകത്തും കൊന്തയും മാതാവിനോട് പ്രാർത്ഥിക്കാനും ഒക്കെ കാണുമായിരുന്നു അവർ പറയുന്ന രീതിയിലാണെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല. ആദിമ സഭ തന്നെ എഴുതപ്പെടാത്ത ലിഖിതമല്ലാത്ത വചനങ്ങളുടെ വെളിപ്പാടിനാലാണ് സ്ഥാപിതമായത്. നമുക്കറിയാം, പുതിയ നിയമ പുസ്തകങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം 27 പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ 27 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ സംസാരിച്ച വചനമാണ്. അതായത് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ സംസാരിച്ചതായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർ എഴുതിയതായ ലിഖിതങ്ങളാണ് ദൈവവചനമായിട്ട് പിന്നീട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മർക്കോസ് 16:20 പറഞ്ഞത്, കർത്താവ് അവരോടുകൂടിയിരുന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. അപ്പോസ്തലന്മാരുടെ വചനങ്ങളെ, ലിഖിതങ്ങളെ ഉറപ്പിച്ചത് കർത്താവ് അവരോട് കൂടെ ഇരുന്നില്ല. അപ്പം അങ്ങനെ അവരാൽ പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു വന്ന ദൈവവചനം പാരമ്പര്യങ്ങൾക്ക് വിധേയമായിരുന്നു എന്നാണ് ഈ പുരോഹിതന്റെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അനുഷ്ഠിച്ചു വന്ന അപ്പോസ്തലന്മാര് അനുഷ്ഠിച്ചു വന്ന പ്രമാണങ്ങൾക്ക് ഒരു ഏകദേശം 1700 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു പോപ്പ്, ഈ പോപ്പ് ലിയോ 14, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം റോബർട്ട് ഫ്രാൻസിസ് ആണ്. അപ്പം ഇങ്ങനൊരാൾ വന്ന് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തേണ്ടി വരുന്നത് അപ്പസ്തോലികമാണെങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ട കാര്യമുണ്ട്. അപ്പൊ അപ്പസ്തോലിക പ്രമാണത്തിന്റെ ഭാഗമാണ് മാതാവ്, ദൈവത്തിന്റെ മാതാവ്, യേശുക്രിസ്തുവിന്റെ മാതാവ് ദൈവമാതാവ് എന്നുള്ളതും ആരാധനയ്ക്ക് മധ്യസ്ഥ എന്നതും സഹരക്ഷകയും എന്നുള്ളത് അപ്പസ്തോലിക പ്രമാണമാണെങ്കിൽ പിന്നെ എന്തിനാണ് അത് മാറ്റം വരുത്തേണ്ടി വരുന്നത്? അപ്പൊ മാറ്റം വരുത്തേണ്ടി വരിക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവരൊരു മാറ്റത്തിന് വിധേയമായത്, അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരാൻ കാരണമായി തീർന്നത്? ഈ ചോദ്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മുമ്പിൽ സമയങ്ങൾ വളരെ പരിമിതമാണ്. അതിന് വ്യക്തമായ ഉത്തരത്തിനായി ബേബി പാസ്റ്ററെ ഞാൻ ഈ ചോദ്യം ചോദിക്കാം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല രാത്രിയിൽ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാരോട് ഒരുമിച്ച് ഇടയവലം ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനുള്ളതായ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. അനവധി കാര്യങ്ങൾ കർത്താവിന്റെ വിലയേറിയ ദാസന്മാരിലൂടെ കേൾക്കുവാനിടയായി തീർന്നു. ഇന്ന് കത്തോലിക്ക സഭയുടെ പോപ്പ് ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയതിനെ സംബന്ധിച്ചും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഇപ്പോഴെങ്കിലും പോപ്പിന് ഇത്തരത്തിലുള്ളതായ ഒരു ബോധോദയം ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഇത് മാത്രമല്ല, അനവധി ദുരാചാരങ്ങളും അനാചാരങ്ങളും കത്തോലിക്ക സഭയിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതെല്ലാം മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനുള്ളതായ സമയവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സമയം പരിമിതപ്പെടുത്തുകയാണ്. ഞാനൊരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്
എബ്രായ ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യഭാഗം വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. 2-ഉം 3-ഉം വായിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന് സമാനമായിട്ടുള്ള ഒരു വിഷയമാണ് നമുക്കവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയുമില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ആദ്യനും അന്ത്യനുമാണ്. ലോക സൃഷ്ടിക്കും മുമ്പേ ഉണ്ടായിരുന്നവനാണ് കർത്താവ്. അവൻ സംസാരിച്ചിട്ടുള്ള വചനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവമായിരുന്ന വചനം ആദിയിൽ തന്നെ സംസാരിക്കപ്പെട്ടിട്ടുള്ള വചനങ്ങളാണ്. സഭയുണ്ടായതിനു ശേഷമോ അല്ലെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലോ ഉണ്ടായ അനുഭവങ്ങളല്ല. കർത്താവിന്റെ വചനം പറയുന്ന ആരംഭത്തിൽ തന്നെ, സകലത്തിന്റെ ആരംഭത്തിൽ തന്നെ അവൻ അവസാനത്തെയും പൂർവ്വകാലത്ത് തന്നെ മേലിൽ സംഭവിക്കുവാനുള്ളതും പ്രസ്താവിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ആദ്യനും അന്ത്യനുമായ ആത്മാവും അദൃശ്യനും സർവശക്തനുമായിരിക്കുന്ന കർത്താവിന് അവന്റെ ദൈവത്വത്തിൽ ഒരു മാതാവില്ല. എന്നാൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്നപ്പോൾ അവനൊരു മാതാവിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശുദ്ധ കന്യകയായിരുന്നു അവന്റെ ജനനത്തിന് വേണ്ടി അഥവാ ജഡത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. എന്നാൽ അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാനുഷികമായിട്ട് അവനൊരു പിതാവില്ല, ദൈവികമായിട്ട് അവനൊരു മാതാവുമില്ല. അവന് ജീവാരംഭമില്ല, ജീവ അവസാനവുമില്ല. അവൻ എന്നേക്കും ദൈവപുത്രന് തുല്യനായി പുരോഹിതനായിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ആദ്യ നൂറ്റാണ്ടിൽ സ്തോത്രം സഭ ഉണ്ടായതിനു ശേഷമാണ് വചനം ഉണ്ടായതെന്നോ പുസ്തകം കിട്ടിയത് അപ്പോഴായിരിക്കും. പക്ഷേ വചനം സർവ സൃഷ്ടികൾക്കും മുമ്പേ ഉള്ളതാണ്. ആ വചനം ദൈവമാണ്. ആ വചനമാണ് ജഡമായി തീർന്നത്. ആ വചനമാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. അവനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവനല്ലാതെ വേറൊരു ദൈവമില്ല. അവൻ സകല സൃഷ്ടിക്കും കാരണഭൂതനാകുന്നു എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അവന് സ്തോത്രം ഒരു മാതാവില്ല, ഒരു പിതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. അവൻ എന്നേക്കും മഹാപുരോഹിതനായി നിലനിൽക്കുന്നു. സ്തോത്രം. ഇത്തരത്തിലുള്ളതായ സർവശക്തനായ ദൈവം വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു സഭ, കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട സഭ ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച സഭയാണ്.
ആ സഭയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് അത് പാലിച്ചു പോറ്റുന്നവരാണ് സഭയുടെ അംഗങ്ങൾ. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇതാണ് ആദിമ സഭയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഉപദേശം. ഈ സത്യോപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അനവധി ദുരാചാരങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്ന ഈ കത്തോലിക്ക സഭ മാനസാന്തരപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അത് സാധ്യത വളരെ കുറവാണ്. എങ്കിലും സത്യം അറിയാതെ പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സത്യം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പമായി അതിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസന്മാരെ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു പാസ്റ്റർ. വളരെ വ്യക്തമാണ് പാസ്റ്റർ അതിനെ കുറിച്ച് ചോദ്യത്തിന് ഉത്തരം നൽകിയത്. ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് വിൽസനോടുള്ള എൻ്റെ ഒരു ചോദ്യം, ഈ അടുത്ത കാലങ്ങളായി സമീപകാലത്ത് ക്രൈസ്തവ ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, എക്സാക്ട്ലി കഴിഞ്ഞ സ്ഥാനം കഴിഞ്ഞു പോയ പോപ്പ് മുൻകാലങ്ങളിൽ പല പോപ്പുമാരും ചെയ്യാൻ കൈവയ്ക്കാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ പലതും ചെയ്തു. ഹോമോസെക്ഷുവാലിറ്റി വരെയും ഒരു പരിധി വരെ ലീഗലൈസ് ചെയ്തു, ലെസ്ബിയനിസം ലീഗലൈസ് ചെയ്തു. ഇപ്പോൾ ഒടുവിൽ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഈ പോപ്പ് വന്ന് പറഞ്ഞിരിക്കുന്നത് മറിയം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഉപദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ തള്ളിക്കളയുമ്പോൾ ഇത് വരുവാനിരിക്കുന്ന ഭാവി ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളുമായിട്ട് ഇതിന് എന്ത് ബന്ധമാണുള്ളത്? എന്തുകൊണ്ടാണ് ഇതെല്ലാം ഒരു ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ടാണ്, അവരെ അറിയാതെയോ അറിഞ്ഞോ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇത് വരുവാനിരിക്കുന്ന ലോകക്രമവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആശയങ്ങൾ പങ്കുവെച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഈ വിഷയത്തെ ഗൗരവത്തോടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം കത്തോലിക്കരുടെ ഇടയിൽ ഇത് വളരെ പെനട്രേറ്റ് ചെയ്ത് എത്തിക്കാൻ, ഇപ്പോ മുൻകാലങ്ങൾ നമ്മൾ പറയുമ്പോൾ അവരെ നിഷേധിക്കുമ്പോൾ ഇവരുടെ ആത്മീയ ആചാര്യം തന്നെ നമ്മൾ പറയുന്ന വാദം അംഗീകരിക്കുമ്പോൾ നമുക്ക് ഇനിയും ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് ഈ ചോദ്യം ഞാനിവിടെ ചോദിച്ച് നമുക്ക് തുറന്നൊരു അടുത്ത ദിവസം കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാര്യം നമ്മൾ ഇനി ആലോചിക്കേണ്ടതാണ്. അപ്പോസ്തോലിക വിശ്വാസം അത് അവർ പിന്തുടർന്നില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോസ്തോലന്മാര് അവര് ചെയ്തത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുക, അല്ലാതെ അപ്പോസ്തോലന്മാര് വെളിപ്പെടുത്തിയതിനകത്ത് അവർക്ക് എന്ത് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അത് നോക്കാതിരിക്കുക. ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ അപ്പോസ്തോലന്മാർ ചെയ്തിരുന്നതെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു ഭാഗമാണ് കത്തോലിക്കർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിലുള്ള വ്യത്യാസം അല്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നമ്മൾ കാണുന്നു, ഏകദേശം പോപ്പ് ജോൺ മുതൽ വളരെ കാര്യമായിട്ട് കത്തോലിക്ക സഭ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന ആ പവർ, അതായത് 325 AD അവരൊരു ഹോളി റോമൻ എംപയർ ആയിട്ട് രൂപീകരിക്കപ്പെടുകയും ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റിലീജിയൻ ആയിട്ട് രൂപപ്പെടുകയും ചെയ്തപ്പോൾ അവർക്ക് ലോകത്തിൽ ഉണ്ടായിരുന്ന പവർ, അതുകൊണ്ടാണ് അതിനെ ഒരു യൂണിവേഴ്സൽ ചർച്ച് എന്ന് വിളിക്കുകയും കാത്തോലിക് എന്ന പേര് കൊടുക്കുകയും ചെയ്തത്. അതായത് ഒരു പോപ്പിന്റെ അണ്ടറിൽ വേണം എല്ലാ ഈ ലോകത്തിലെ ക്രിസ്തീയ സഭകളും പ്രവർത്തിക്കാൻ എന്നുള്ള അവരുടെ ഒരു വിഷൻ. അത് ഒരു പഴയ ഒരു കാലത്ത് അത് ഒരു നിലനിന്ന ഒരു കാര്യമാണ്. അന്ന് അവർക്ക് അതിൻ്റെതായ പവർ ഉണ്ടായിരുന്നു. 3rd സെഞ്ച്വറിയിൽ നമുക്കറിയാം, ഈവൻ പോർട്ടുഗീസിന്റെ കാലഘട്ടത്തിൽ കേരളത്തിന്റെ മൊത്തം സഭകളെ നിയന്ത്രിച്ചിരുന്നത് പോപ്പായിരുന്നു. അന്ന് നമ്മുടെ എല്ലാ സഭകളും ഓൾമോസ്റ്റ് ഹൈജാക്ക് ചെയ്യപ്പെടുകയും അന്ന് പോപ്പിന്റെ അണ്ടറിലാകുകയും ചെയ്തു. അപ്പൊ അത് അവരുടെ ഒരു വിഷനായിട്ട് നിൽക്കുകയാണ്.
അതിനുവേണ്ടിയാണ് ഈ ഒരു പോപ്പ് ജോൺ പോളിന്റെ ആ സമയം മുതൽ അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വേൾഡ് റിലിജൻ, ലോകത്തിലെ എല്ലാ ക്രിസ്തീയ കൂട്ടായ്മയും ഒരു കൊടക്കീഴിൽ നിന്നുള്ള ഒരു രൂപകൽപ്പന അവർക്ക് ഉണ്ട്. അതിനകത്ത് ഏറ്റവും തടസ്സമായി നിന്നിരുന്നത് കർത്താവായ യേശു ക്രിസ്തു ഏക രക്ഷകൻ എന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ നോക്കുന്നു ഭൂരിപക്ഷമുള്ള സഭകളും അവര് തൃത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. തൃത്വദൈവം, തൃത്വനാമം, ഇതൊക്കെ എല്ലാം അവർക്ക് നോർമലാണ്. അവരുടെ ഡേ ടു ഡേ വിശ്വാസങ്ങളിൽ അത് കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. വലിയൊരു തടസ്സമായി നിന്നത് ഈ ഒരു വിഷയമാണ്. കർത്താവായ യേശു ക്രിസ്തു മാത്രം രക്ഷകൻ എന്ന്, അതിന്റെ കൂടെ ഒരു രക്ഷയിൽ വേറെ ഒരാൾക്ക്, ഒരു മനുഷ്യന് അതിനകത്ത് ഭാഗമില്ല. പിന്നെ നമ്മൾ പല സഭകളിലേക്ക് കടന്നു പോകുമ്പോൾ സോള സ്ക്രിപ്ചറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വചനം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ ഒരു കോമൺ ഗ്രൗണ്ട് മറ്റുള്ള സഭകളുടെ കൂടെ കൂടിക്കൊണ്ട് ഈ സഭകളെ എല്ലാം ഒരുമിപ്പിക്കാൻ ഉള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പൊ നമ്മൾ കാണുന്നു, ഇപ്പം പാസ്റ്റർ അനിൽ കോടിത്തോട്ടം പോലെയുള്ള വലിയ വലിയ പെന്തക്കോസ് പാസ്റ്റേഴ്സും ഇപ്പോൾ തൃത്വത്തിന്റെ ഒരു കോമൺ ഗ്രൗണ്ട് എടുത്തിട്ട് അവരോട് കൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് അവരുടെ കൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇതുകൂടെ മാറിക്കിട്ടിയപ്പം അവർ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം ഇപ്പൊ സോൾവ് ചെയ്യപ്പെട്ടു. ഇപ്പം പെന്തക്കോസ് പാസ്റ്റേഴ്സ് സഭകളും ഇപ്പോൾ എപ്പിസ്കോപ്പൽ സഭകളുമായിട്ട് അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ എല്ലാം അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഓൾറെഡി. അവർക്ക് വരുന്ന ഗ്രാന്റുകളൊക്കെ മോദി വരുന്നതോടെ നിർത്തലാകുകയും അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള അങ്ങനെ ഗ്രാന്റ് ലഭിക്കാനോ അല്ലെങ്കിൽ വിദേശ പണം ലഭിക്കാനുള്ള ഒരു സാധ്യത മാറിയതോടെ അവർ കൂടുതൽ ഈ എപ്പിസ്കോപ്പൽ സഭകളുമായിട്ട് കൂടിച്ചേരാൻ ഉള്ള അവസരം അങ്ങനെ ഒരുങ്ങി. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വൺ വേൾഡ് റിലിജനിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുകയും അതിനകത്ത് ക്രിസ്തീയ സഭകൾ എല്ലാം ഒരു രക്ഷിതാവ്, ഒരു ദൈവം, തൃത്വദൈവം, അവർക്ക് തൃത്വദൈവം എന്നുള്ള ആശയത്തിലേക്കും മറ്റുള്ള ദൈവങ്ങളും ഒരേ ദൈവം തന്നെയാണ്, പക്ഷെ അവരുടെ വഴികൾ വേറെയാന്നുള്ള രീതിയിലേക്ക് എല്ലാം കൂടെ ഒരുമിപ്പിക്കുന്ന ഒരു സമയത്തിലേക്ക് ആണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്ന, ക്രിസ്തു മാത്രം ഏക സത്യ ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹം ഇപ്പോൾ നമ്മൾ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒറ്റപ്പെടുകയും അവർ പെർസിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുവാൻ പോവുകയാണ്. അവരെല്ലാവരും ഒന്നായി മറ്റുള്ളവരുടെ എതിരായിട്ട്, അതായത് യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്നവരുടെ എതിരായിട്ട് വരുവാൻ പോകുന്ന കാലമാണ്. പിന്നെ ഇതൊരു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന വിശ്വാസത്തിന്റെയും കാലമായി തീരും. സഭ എന്നൊക്കെ പീഡനത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ അന്നൊക്കെ സഭ വളർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്നത് കൂടുതൽ ആൾക്കാർ സത്യം മനസ്സിലാക്കി വിശ്വാസത്തിലേക്ക് വരികയും അതേസമയം ഭൂരിപക്ഷം ഈ ഒരു സഭയുടെ കൂടെ ഒരുമിച്ച് കൂടി പോകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുവാൻ പോകുന്നത്. അതിൻ്റെ കൂടെ വൺ വേൾഡ് റിലീജിയനും വൺ വേൾഡ് ഗവൺമെന്റുമായിട്ട് ഈ ലോകം അങ്ങനെ പോകാൻ ഉള്ള സകല കാര്യങ്ങളും നമ്മൾ ഇന്ന് ന്യൂസിൽ കാണുന്നു. ഈ ഒരു പ്രഖ്യാപനം അതിനെ കൂടുതൽ നമുക്ക് ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മുമ്പിൽ വെക്കുന്നത്. ഇത്രയും വർഷക്കാലം അവര് വെച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസത്തെ അവർ മാറ്റി പറയുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ സമയങ്ങളെയും കാലങ്ങളെയും വിവേചിക്കണമെന്ന് ദൈവം കർത്താവ് നമ്മോട് സുവിശേഷങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുള്ള ഏക സത്യദൈവ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഈ വിഷയങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കിതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് ദൈവവചനത്തിന്റെ പ്രവചനങ്ങളുടെ നിവൃത്തിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലോകം ബ്രദർ വിൽസൺ പറഞ്ഞതുപോലെ ലോകം ഒരു
ഏക ഭരണാധികാരിയുടെ ക്രമത്തിന് കീഴിൽ ഒരു മതവിശ്വാസത്തിന് കീഴിലേക്ക് ഐക്യപ്പെടുവാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന് നാന്ദിയായിട്ട് വേണം നമ്മൾ ഈ സംഭവവാസങ്ങളെ കാണുവാൻ. കാരണം നമ്മൾ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് ലോകത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രബലമാകുന്ന ഒരു മാറ്റത്തിന്റെ അടിസ്ഥാനം ഇന്ന് ഇടാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മതത്തിന്റെ ആചാര്യനായ ഒരു വ്യക്തിക്കാണ്. ഒരു പെന്തക്കോസ്തൽ സഭയ്ക്ക് ഒരു ഡോക്ട്രിൻ ആകമാനം ഇത് ലോകം മുഴുവൻ അംഗീകരിച്ചോളൂ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ഹൈറാർക്കി ഇല്ല. എന്നാൽ ക്രിസ്തു മതത്തിലൊരു ഉത്തരവാദിത്തമുള്ള ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ അധികാര സ്ഥാനമുള്ള ഒരു മനുഷ്യന്റെ പ്രഖ്യാപനം ഉണ്ടാക്കുന്ന ആ ചലനം വരും ലോകത്തിലുള്ള ഭാവി ലോകത്തിന്റെ ഘടന നിശ്ചയിക്കുന്നതാണ് എന്നുള്ള കാര്യം ബുദ്ധിയുള്ള മനുഷ്യർക്ക് വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയും, പ്രത്യേകിച്ച് തിരുവെഴുത്തുകളെ പഠിക്കുന്നവർക്ക്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഈ ചിന്തിച്ച വിഷയത്തിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇതൊന്നും ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് ദൈവത്തിന്റെ തീരുമാനങ്ങളുടെ ഒരു നിവൃത്തിയിലേക്ക് ലോകം പോകുന്നു. ശരിയായ സഭയ്ക്ക് ഒരു പ്രോസിക്യൂഷനും പിന്നെ ആളുകൾക്ക് കുറച്ചുകൂടെ കണ്ണ് ഓപ്പൺ ആകുന്ന ഒരവസ്ഥയും ഉണ്ടാകും. കത്തോലിക്കരുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ലോക്കൽ ബിഷപ്പ് പറഞ്ഞ് നടക്കില്ല. പക്ഷെ ആഗോള സഭയുടെ അധിപൻ പറയുമ്പോൾ അവർക്കത് ചിന്തനീയമാണ്. വരും കാലങ്ങളിൽ വലിയ ഡിബേറ്റുകൾക്കും വലിയ ചർച്ചകൾക്കും വിവാദ വിഷയമായി തീരുന്ന ഒരു പ്രഖ്യാപനമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ വിഷയങ്ങളോട് ബന്ധപ്പെട്ട ചില ചർച്ച വരും ദിവസങ്ങളിലും നമ്മൾ സംഘടിപ്പിക്കുന്നത് ആളുകളുടെ കണ്ണ് തുറക്കാൻ ഇടയായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇന്ന് സംസാരിച്ച വിഷയം ഞങ്ങളുടെ ശ്രോതാക്കൾ ഗൗരവമായി കണക്കിലെടുക്കുമെന്നും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്നയാളാണ്, നിങ്ങൾ കത്തോലിക് കുടുംബത്തിൽ നിന്നാണെങ്കിൽ അവരുടെ ഈ അന്ധവിശ്വാസത്തെ അവർക്ക് മനസ്സിലാകുമ്പോൾ വെളിപ്പെടുത്തേണ്ടതിന് നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇതാണ് സത്യമെന്ന് പറയാൻ നിങ്ങൾക്കൊരു അവസരം കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും പിന്നെ താല്പര്യപൂർവ്വം ഇതിനെ ശ്രവിക്കുകയും മറ്റുള്ളവരുടെ ഗുണത്തിനായി ഇത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അങ്ങനെ ചെയ്ത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ പാനലിൽ കടന്നു വന്ന എല്ലാ വിലപ്പെട്ട ദേവദാസന്മാരെയും അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മൾ കൂടെ ഇരിക്കട്ടെ. കേൾവിക്കാരായ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.